കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1981 ജൂൺ മാസം 24 മെജുഗൊരിയിൽ ആരംഭിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ 2023 നീണ്ടു നിൽക്കുമ്പോൾ ലോകത്ത് എത്രമാത്രം ശക്തമായ ദൈവിക ഇടപെടലാണ് മെജുഗൊരിയിലൂടെ സ്വർഗം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. സ്വർഗത്തിൻ്റെ അടയാളമായി പരിശുദ്ധ കന്യകാമറിയം ഇന്ന് മെജുഗൊരിയിൽ ഉയർന്നു നിൽക്കുമ്പോൾ അമ്മയുടെ ഓരോ സന്ദേശങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് നാം ഓരോരുത്തരും ഇന്ന് ഏറ്റെടുക്കുക. അതിനായി പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ മെജുഗൊരിയിൽ ആരംഭിക്കുവാൻ ഈ കുട്ടികളിലൂടെ വികാരി അച്ഛനോട് നിർദ്ദേശിച്ചു. 1983 മാർച്ച് മാസത്തിലാണ് അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ടോമിസ്ലാവ് വ്ളാസ്കിയോട് ഈ കുട്ടികളിലൂടെ മെജുഗൊരിയിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിക്കുവാൻ ആവശ്യപ്പെടുക. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ മെജുഗൊരിയിൽ തിരിച്ചറിഞ്ഞ അന്നത്തെ വികാരി ഫാദർ ടോമിസ്ലാവ് വ്ളാസ്കി ഇത് ഹൃദയപൂർവ്വം സ്വീകരിച്ച് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ ആരംഭിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ആ ഇടവകയിൽ കൊടുത്തു. അങ്ങനെ ഇടവകയിൽ അനൗൺസ് ചെയ്തു, ഇതുപോലൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ഇവിടെ ആരംഭിക്കുന്നതിന് കുറിച്ച് ചിന്തിക്കുകയാണെന്നും താല്പര്യമുള്ളവർക്ക് അത് പങ്കെടുക്കാമെന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. പിന്നീട് മെജുഗൊരിയിൽ വളരെ നല്ലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉയർന്നു വന്നു. മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ പരിശുദ്ധ അമ്മ നേരിട്ട് പല കാര്യങ്ങളും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുള്ള പലർക്കും പരിശുദ്ധ അമ്മ ആന്തരികമായും ബാഹ്യമായുമുള്ള പല സന്ദേശങ്ങളും പ്രേരണകളും പ്രചോദനങ്ങളും ഒക്കെ നൽകുന്നു. ഈ മെജുഗൊരിയിലെ ദർശനക്കാരായ കുട്ടികളിലൂടെ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിന് വേണ്ട പല നിർദ്ദേശങ്ങളും നൽകുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ നല്ലൊരു പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ രൂപപ്പെടുത്തിയെടുത്തു. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്. മെജുഗൊരി പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വലിയ ഊർജ്ജസ്വലതയോടുകൂടി മെജുഗൊരി പ്രാർത്ഥനാ കൂട്ടായ്മകൾ വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് യൂറോപ്പിൽ ചെന്ന യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും തീഷ്ണതയോടെയുള്ള മെജുഗൊരി പ്രാർത്ഥനാ കൂട്ടായ്മകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മെജുഗൊരിയിലുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലോട് ഐക്യപ്പെട്ടുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന മെജുഗൊരി പ്രാർത്ഥനാ കൂട്ടായ്മകളെ പരിശുദ്ധ അമ്മ നേരിട്ട് നയിക്കുന്ന അനുഭവമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്.
എല്ലാവർക്കുമൊന്നും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അംഗങ്ങളാകാൻ സാധിക്കുന്നില്ല. 12 നിബന്ധനകളാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അംഗങ്ങളാകുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടിരിക്കുക. 12 കാര്യങ്ങൾ അത് ചെയ്യാൻ സന്മനസ്സുള്ളവർക്ക് മാത്രമേ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാകാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ചില പ്രസക്തമായ 3-4 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു, നിങ്ങൾ എല്ലാ ദിവസവും 3 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കാൻ തയ്യാറാകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലപ്പോൾ ഈ 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനുഷ്യർ ഇതൊക്കെ ആർക്കാ സാധിക്കുന്നത്? ഒരു 10-20 മിനിറ്റൊക്കെ ആണെങ്കിൽ സാധ്യമായിരുന്നു. അങ്ങനെ പെട്ടെന്നെല്ലാം മാറുവാനായിട്ടൊക്കെ പലരും പരിശ്രമിക്കും. എന്നാൽ പരിശുദ്ധ അമ്മ മെഡ്ജുഗറിൽ ആവശ്യപ്പെടുന്നത് 3 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കണമെന്നുള്ളതാണ്. കാരണം സ്വർഗത്തിൻ്റെ കൃപകൾ വില കൊടുക്കുന്നവർക്ക് ഏറ്റുവാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ സാധിക്കാത്ത ഒന്നുമില്ല എന്നും നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുളച്ചു കയറുവാനുള്ള ശക്തിയുണ്ടെന്നും പ്രാർത്ഥിക്കുന്ന മക്കളെ, കൂട്ടായ്മകളെ, സംഘടനകളെ സ്വർഗം വിലയുള്ളവരായി കാണുമെന്നും പരിശുദ്ധ അമ്മ മെഡ്ജുഗറിയിൽ സന്ദേശം നൽകുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഇടവകളിൽ പ്രാർത്ഥനാ കൂട്ടായ്മകൾ രൂപപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇനി സാത്താനെതിരായിട്ടുള്ള പോരാട്ടം ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ല. വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇടവകയിൽ കൂട്ടായ്മകൾ രൂപപ്പെടുത്തി, കൂട്ടായ്മകൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ച് ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ ഇടവകകളിലുള്ള തിന്മ ഛിന്ന ഭിന്നമാവുകയുള്ളൂ, ഇടവകകളിലുള്ള സാത്താൻ്റെ കെണികൾ ചിതറുകയുള്ളൂ, നമ്മൾ സുരക്ഷിതരായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂവെന്ന് മെഡ്ജുഗറിയിലൂടെ പരിശുദ്ധയമ്മയുടെ സന്ദേശത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ്. കൂട്ടായ്മകളായി നമ്മൾ പ്രാർത്ഥിക്കണം. കൂട്ടായ്മയായി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. നമ്മൾ തനിച്ചല്ല, ഇടവക വികാരിയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുമ്പോൾ വലിയ ദൈവിക ഇടപെടലുകൾ അവിടെ സംഭവിക്കുന്നുവെന്ന് അനേകം ഇടവകകളുടെ സാക്ഷ്യമാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, 3 മണിക്കൂർ പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പറയുമ്പോൾ വിശുദ്ധ ബലിയർപ്പണം അതിലുൾപ്പെടും. നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനകൾ അതിലുൾപ്പെടും. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടുന്ന നിമിഷങ്ങളൊക്കെ ഈ 3 മണിക്കൂറിൽ ഉൾപ്പെടും. അങ്ങനെ 3 മണിക്കൂർ നേരം നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ വരുമാനത്തിൻ്റെ 10% ദശാംശമായി ദൈവത്തിന് കൊടുക്കണമെന്നുള്ളത്. ഇതൊരു പക്ഷേ സമയത്തിൻ്റെ ദശാംശമാകാം ദൈവം ആവശ്യപ്പെടുക. 24 മണിക്കൂർ എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ദശാംശമായി ഒരു 3 മണിക്കൂർ നേരം ദൈവസന്നിധിയിൽ ചിലവഴിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നും പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയിൽ ഒന്നിക്കുന്ന കുടുംബങ്ങൾ, പ്രാർത്ഥനയിൽ ഒന്നിക്കുന്ന ഇടവകകൾ, പ്രാർത്ഥനയിൽ ഒന്നിക്കുന്ന കൂട്ടായ്മകൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിലേക്ക് ഏറ്റെടുക്കപ്പെടുമെന്നുള്ള തിരിച്ചറിവ് മെഡ്ജുഗറിയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, ഈ 3 മണിക്കൂർ പ്രാർത്ഥന അത് 4 വർഷക്കാലം നിങ്ങൾ തുടരണമെന്ന്. അതായത് പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരല്പകാലത്തേക്കൊക്കെ പ്രാർത്ഥിച്ച് മാറുന്ന രീതിയല്ല അത്. കാരണം ഇത് ലോകത്തെ മുഴുവനും ബാധിക്കുന്ന കാര്യങ്ങളിലാണ് നാം ഇടപെടാൻ പോകുന്നത്. ഇത് സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ ഈ ഭൂമിയിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്നതിന് വേണ്ടി നിരന്തരം അതൊരു 4 വർഷക്കാലം ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ
മുന്നോട്ട് പോകണമെന്ന് അമ്മ ആവശ്യപ്പെടുകയാണ്. കാരണം നല്ലൊരു ഉറപ്പുള്ള അടിസ്ഥാനം നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ സാത്താൻ പല രീതിയിലും ഈ കൂട്ടായ്മകളെ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ തകർക്കുവാനായിട്ട് പരിശ്രമിക്കും. എന്നാൽ 3 മണിക്കൂർ നേരം വിശുദ്ധ ബലിയിൽ, അനുദിന ബലിയിൽ ആഴപ്പെട്ട് പ്രാർത്ഥിച്ച് ഉറപ്പായൊരു അടിസ്ഥാനം നമ്മുടെ കുടുംബങ്ങളിൽ, പ്രാർത്ഥന കൂട്ടായ്മകൾ, ഇടവകളിൽ ഉണ്ടെങ്കിൽ തിന്മയ്ക്ക് അതിനെതിരായി പോരാടുവാൻ എളുപ്പമല്ല എന്നും നാം മനസ്സിലാക്കി. അതുകൊണ്ട് ഒരു 4 വർഷക്കാലം ഒന്നു ചേർന്ന് കൂട്ടായ്മയായി പ്രാർത്ഥിച്ച് 3 മണിക്കൂർ നേരം അനുദിനം ദൈവസന്നിധിയിൽ ചിലവഴിച്ച് മുന്നോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് പരിശുദ്ധ അമ്മ മെഡ്ജുഗൊരിയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സന്ദേശം നൽകി. അടുത്തതായിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും വചനം വായിക്കണം. മെഡ്ജുഗൊരി സന്ദേശമാണ് എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും വചനം വായിക്കണം. മെഡ്ജുഗൊരി പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അംഗങ്ങളാകുന്ന എല്ലാ മക്കളും അരമണിക്കൂറെങ്കിലും വചന വായനയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കണം. ഇത് മെഡ്ജുഗൊരിയിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രം നൽകിയ സന്ദേശമല്ല. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഓരോ മക്കൾക്കും വ്യക്തിപരമായി പരിശുദ്ധയമ്മ നൽകിയിരിക്കുന്ന സന്ദേശമാണ് വചനം വായിക്കുക എന്നുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ വായിക്കുന്ന വചനം നമ്മളെ ശുദ്ധീകരിക്കുമെന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധയമ്മ പറയുകയാ, അരമണിക്കൂറെങ്കിലും തിരുവചനം വായിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ മണ്ണ് കോരുന്ന കൊട്ടയുണ്ടെന്നിരിക്കട്ടെ. ഈ മണ്ണ് കോരുന്ന കൊട്ട നമ്മളെടുത്ത് ഒന്ന് കിണറിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് അതിലേക്ക് വെള്ളം കോരി ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുക? ആ വെള്ളം കൊട്ടയ്ക്കകത്ത് നിൽക്കുമോ? ഇല്ല, അത് ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ മറ്റൊരു കാര്യം അവിടെ സംഭവിക്കും. നമ്മൾ എത്രമാത്രം വെള്ളം കോരി കൊട്ടയ്ക്കകത്ത് ഒഴിക്കുന്നോ അത്രമാത്രം ഈ കൊട്ട ക്ലീനായിക്കൊണ്ടിരിക്കും. ഏതാണ്ട് വചനം വായിക്കുന്ന രീതിയും ഇതിനോട് നമുക്ക് ഉപമിക്കാവുന്നതാണ്. ചിലപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകില്ല, അത് ചിലപ്പോൾ ചോർന്നു പോയെന്നിരിക്കും. എന്നാൽ തിരിച്ചറിയുന്ന ഇപ്രകാരമാണ്, നാം വായിക്കുന്ന ഓരോ വചനവും അത് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. വചനം ചെയ്യുന്ന പ്രവൃത്തി എന്താ? എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ ലക്ഷ്യബോധത്തോടു കൂടി വചനം വായിക്കുമ്പോൾ ഈ ഞാൻ വായിക്കുന്ന ഓരോ വചനവും എന്നെ ശുദ്ധീകരിക്കും. എൻ്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ വായിക്കുമ്പോൾ എൻ്റെ കണ്ണുകളിലൂടെ എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന അശുദ്ധി ഈ വചനം കഴുകിക്കളയും. എൻ്റെ ആത്മാവിൽ കയറിയിരിക്കുന്ന എല്ലാ തിന്മയുടെ കറകൾ വചനം ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അനുദിനം അരമണിക്കൂറെങ്കിലും തിരുവചനം വായിച്ച് 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 സ്വയം ശുദ്ധീകരിക്കപ്പെടുവാനും വചനത്തിൽ ആഴപ്പെടുവാനും, വചനം വായിച്ച് വായിച്ച് വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനുള്ള ഒരു ഇടം കൊടുക്കുവാൻ പരിശുദ്ധ അമ്മ മെഡ്ജുഗൊരിയിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അടുത്തതായിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് പരിശുദ്ധ അമ്മയുടെ മെഡ്ജുഗൊരിയിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. തിരുസഭയുടെ കൽപ്പനകളിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹാക്കാലത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. എന്നാൽ പരിശുദ്ധ അമ്മ പറയുന്നു, ഈ കാലഘട്ടം തിന്മ അത്രമാത്രം കൊടികുത്തി വാഴുന്നതിനാൽ
നമ്മുടെ കുമ്പസാരം കൂടുതൽ കൂടുതൽ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നാം കടന്നു വരണം. നമ്മൾ ഒരു വർഷം കാത്തിരിക്കരുത് കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുവാൻ. തിരുസഭയുടെ കൽപ്പന പഠിപ്പിക്കുന്നത് ആണ്ടിൽ ഒരിക്കൽ മാത്രം കുമ്പസാരിക്കണമെന്നല്ല. തിരുസഭയുടെ കൽപ്പന പഠിപ്പിക്കുന്നു ആണ്ടിൽ ഒരിക്കൽ എങ്കിലും കുമ്പസാരിക്കണമെന്ന. അത് എല്ലാ ആഴ്ചയും കുമ്പസാരിക്കാം, എല്ലാ മാസവും കുമ്പസാരിക്കാം. ഇങ്ങനെ കുമ്പസാരിക്കാത്തവർക്ക് വേണ്ടി ആണ്ടിൽ ഒരിക്കലെങ്കിലും നീ ഒരു ക്രൈസ്തവനാണെങ്കിൽ കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെടണം എന്ന് നിർബന്ധമായി തിരുസഭയുടെ കൽപ്പനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ മെജ്ജൂരിയിൽ ആവശ്യപ്പെടുന്നു, നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം. അത് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായി നമുക്ക് നൽകിയിരിക്കുകയാണ്. മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെടണം. അടുത്ത പരിശുദ്ധ അമ്മയുടെ സന്ദേശം അല്പം കഠിനമാണ് എങ്കിലും ആയിരങ്ങൾ ഇന്ന് ലോകത്തെമ്പാടും ഈ സന്ദേശം ഏറ്റെടുത്തിട്ടുണ്ട്. അമ്മ പറയുന്നു, നിങ്ങൾ ഒരു പുതിയ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എപ്രകാരമുള്ള ഉപവാസ രീതിയാണ് പരിശുദ്ധ അമ്മ മെജ്ജൂരിയിൽ പറഞ്ഞു തരുന്നത്? അമ്മ പറയുന്നു, നിങ്ങളെല്ലാ ബുധനാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് മെജ്ജുഗരി ഫാസ്റ്റിംഗ് എന്ന പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം പേര് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും യുവതീ-യുവാക്കൾ ഏറ്റെടുത്തിരിക്കുക. ഇത് പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. പരിശുദ്ധ അമ്മ നമ്മൾ ഉപവസിക്കുമ്പോൾ ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞിരിക്കുക, മറിച്ച് രുചികരമായ ഭക്ഷണം മാറ്റിവെക്കുക. നിങ്ങൾ ബ്രെഡും വെള്ളവും മാത്രം കുടിക്കുക, വയറ് നിറയാൻ അത് മതി. ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കണം എന്നൊക്കെ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മെജ്ജുഗോരി ഫാസ്റ്റിങ്ങിലേക്ക് പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുകയാണ്. ബ്രെഡും വെള്ളവും മാത്രം കഴിച്ചുള്ള ഉപവാസം. പ്രിയമുള്ളവരെ, ഉപവസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉപവസിക്കുക, കൂടെ വസിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഉപവാസത്തിൻ്റെ അർത്ഥം കൂടെ വസിക്കുക. ആരോട് കൂടെ വസിക്കുന്നു? ദൈവത്തോട് കൂടെ വസിക്കുക. ദൈവത്തോട് കൂടെ വസിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപാവരങ്ങൾ നമ്മളിൽ നിറയണമെങ്കിൽ നമ്മൾ ശൂന്യവൽക്കരിക്കണം. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേണ്ടെന്ന് വെക്കണം. ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ചില ത്യാഗങ്ങൾ ചെയ്യണം, പരിത്യാഗം ചെയ്യണം. അവിടേക്കാണ് കൃപകൾ നിറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപവാസം ഏറ്റെടുക്കുമ്പോൾ, ചിലത് വേണ്ടെന്ന് വയ്ക്കുമ്പോൾ സ്വർഗം നമ്മളെ വിലയുള്ളവരായി കാണും. നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ, ഭക്ഷണം, രുചികരമായ ഭക്ഷണത്തോട് നമ്മുടെ ശരീരത്തിനൊരു ആഗ്രഹമുണ്ട്. നമ്മൾ നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ശരീരം ആഗ്രഹിക്കും. എന്നാൽ അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് രുചികരമല്ലാത്ത ഭക്ഷണം, അല്പം ഭക്ഷണം കഴിച്ച് ശരീരത്തിന് നിലനിന്ന് പോകാൻ ആവശ്യമായ ഭക്ഷണം മാത്രം കഴിച്ച് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കുന്നത് വലിയ ശുദ്ധീകരണത്തിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും കാരണമാകുമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുഗോരിയിലൂടെ നമുക്ക് സന്ദേശം നൽകുന്നുണ്ട്. ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മെജ്ജുഗോരിയിൽ ഈ കുഞ്ഞുങ്ങളിലൂടെ ശക്തമായ സന്ദേശങ്ങൾ നൽകി ലോകത്തുള്ള സകല ജനങ്ങളെയും പുതിയ പ്രാർത്ഥനാ രീതിയിലേക്കും പുതിയ ഉപവാസ രീതിയിലേക്കും പുതിയ രീതിയിലുള്ള കുമ്പസാരത്തിലേക്കും വചനവായനയിലേക്കുമൊക്കെ ക്ഷണിച്ചുകൊണ്ട് സാത്താൻ വെച്ചിരിക്കുന്ന കെണികളെ തകർത്ത് സാത്താൻ്റെ മേൽ വിജയം വരിച്ച് ഈ ലോകത്തെ മുന്നോട്ട് പോകുവാൻ ക്ഷണിക്കുമ്പോൾ സാത്താൻ അടങ്ങിയിരിക്കുന്നില്ല. അവൻ മെജ്ജൂരിയിൽ തന്നെ ആരംഭിച്ചു അവൻ്റെ പണി. ഈ കുഞ്ഞുങ്ങളിലൂടെ ശക്തമായ സന്ദേശങ്ങൾ ലോകത്തിന് ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കുവാനായി സാത്താൻ പല രീതിയിലും പരിശ്രമിച്ചു.
കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് അവിടെ ഭരിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ സാത്താൻ അവൻ്റെ കയ്യിൽ ഉപകരണമാക്കി മാറ്റി ഈ കുഞ്ഞുങ്ങളെ പല രീതിയിൽ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു. അവരെ വിളിച്ചു വരുത്തി പല രീതിയിലും ചോദ്യം ചെയ്തു. അവരുടെ സെൽഫ് കോൺഫിഡൻസ് മുഴുവൻ തകർക്കത്തക്ക രീതിയിൽ അവരെ നുണയരെന്നും കള്ളം പറയുന്നവരെന്നും ഒക്കെ പറഞ്ഞ് മുദ്രകുത്തി. അവരെ ചില സൈക്യാട്രിസ്റ്റ് ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയി ചില സൈക്യാട്രിക് ടെസ്റ്റുകൾ അവരിൽ നടത്തി. കുഞ്ഞുങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഗവൺമെൻറ്റിൻ്റെ നിർബന്ധപ്രകാരം, ചില അധികാരികളുടെ നിർബന്ധപ്രകാരം ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പല സൈക്കോളജിക്കൽ ടെസ്റ്റുകളിലൂടെ ആ കുട്ടികളെ കടത്തിവിട്ടു. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. ഇപ്രകാരം ഡോക്ടർമാർ ഇവർക്ക് എന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെ മനോരോഗ ആശുപത്രികളിൽ അടയ്ക്കാം. അങ്ങനെ മനോരോഗ ആശുപത്രികളിൽ അവരെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് പരിശുദ്ധ അമ്മ ഈ കുട്ടികളോട് ഇടപെടില്ല എന്നുള്ള സാത്താൻ്റെ തന്ത്രമായിരുന്നു ഗവൺമെൻറ്റിലൂടെ അവിടെ പ്രവർത്തിക്കുക. എന്നാൽ ഈ കുട്ടികളെ പരിശോധിച്ച ഡോക്ടർമാർ ഇവരെ മാനസികാരോഗ്യ ആശുപത്രികളിൽ അടയ്ക്കുവാൻ തയ്യാറായില്ല. ഗവൺമെൻറ് ഫോഴ്സ് ചെയ്തിട്ടും ഡോക്ടർമാർ അതിന് തയ്യാറാകാതെ പരിശുദ്ധ അമ്മയുടെ പദ്ധതിക്ക് വേണ്ടി, സ്വർഗത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ഈ മക്കളെ ഈ ഗവൺമെൻറ്റിൻ്റെ കരങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ടേയിരുന്നു. കുട്ടികളെ നേരിട്ടൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മെത്രാനും വികാരിക്കും ഭീഷണി മുഴക്കി. മെത്രാനോടും വികാരിയോടും പറഞ്ഞു, ഈ കുട്ടികളെ ഇപ്പോൾ തന്നെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇനി കുട്ടികളുടെ സന്ദേശങ്ങളൊക്കെ ഈ ലോകത്ത് പ്രചരിക്കാൻ ഇടവന്നാൽ അവരെ ജയിലടയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഇടവക വികാരിയായ ഫാദർ ജോസോയെ തെറ്റായ ചില ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് ജയിലടയ്ക്കുകയും ചെയ്തു. ഇങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, മെജ്ജൂറി സന്ദേശം ലോകത്തിൽ വ്യാപിക്കാതിരിക്കുവാൻ സാത്താൻ അവൻ്റെ കെണികളിലൂടെ, അവൻ്റെ ഏജൻറ്റുമാരിലൂടെ മെജ്ജുകുരി സന്ദേശങ്ങളുടെ ആരംഭത്തിൽ തന്നെ പല രീതിയിലും പരിശ്രമിച്ചു. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം അവനെ പരാജയപ്പെടുത്തി. അങ്ങനെ ഇന്ന് ലോകം മുഴുവനും മെജ്ജുകുരി സന്ദേശം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും നമ്മുടെ യുവജനങ്ങളിലും ഇടവകളിലും സമൂഹത്തിലുമൊക്കെ സാത്താൻ വച്ചിരിക്കുന്ന സകല കെണികളെയും തകർത്തെറിയുന്നതിന് മെജ്ജുകുരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമുക്കും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ വക്താക്കളായി ജീവിക്കുവാനും തിന്മയ്ക്കെതിരെ പടപൊരുതുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലെ പോരാളികളായി മുന്നോട്ട് പോകുവാനുമുള്ള കൃപയും ശക്തിയും സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുടെയും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.